നമസ്കാരം. അങ്ങനെ കാത്തിരുന്നിട്ട് നിസാൻ്റെ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് 2024 ഒക്ടോബർ 4-ാം തീയതി ആ ഒരു വാഹനം ലോഞ്ച് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്, എന്നാൽ പോലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഡയമെൻഷൻസ് എല്ലാം സെയിം തന്നെയാണ്. 6 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പേരുകളൊക്കെ ഡിഫറൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു പുതുമ തോന്നിക്കത്തക്ക രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണത്. ബേസ് മോഡൽ എന്ന് പറയുന്നത് വിസിയ എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം, അതായത് ബേസ് മോഡൽ AMT ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ്സിൻ്റെ ആ സെയിം ഗ്രില്ല് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലൊന്നും അല്ല വന്നിട്ടുള്ളത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴാണ് ആ ഒരു രീതിയിലേക്ക് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യമായിട്ടില്ലെങ്കിൽ പോലും ഒരു മാറ്റ് ഫിനിഷും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റുകളാണ്. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ബമ്പറിൽ ഫോഗ് ലാംപ്സ് ഇല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ബേസ് വേരിയൻ്റ് ആണ്. അതിനകത്ത് സാധാരണ ഇതിൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ല. സെയിം ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ്. ആ ഒരു ഗ്രില്ല് മാറ്റിയെങ്കിൽ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ മാറിയാൽ. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്റ്റീൽ വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. 190/60 R16 16 ഇഞ്ചിൻ്റെ സ്റ്റീൽ റിമ്മോട് കൂടിയ ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, മാറ്റ് ഫിനിഷിലാണ് ORVMs പ്ലേസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ORVMസിൻ്റെ കളർ എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഡോർ ഹാൻഡിലിന് ക്രോം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പം നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ 10-200 രൂപയ്ക്ക് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. എന്നാൽ പോലും നമുക്കതിനെ ഒരു ചേഞ്ച് എന്ന് പറയാം. അത് മാത്രമല്ല 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നിലനിർത്തിയിട്ടുണ്ട്. ഡയമെൻഷൻസ് ഒക്കെ സെയിം ആണ്. ലെങ്ത് ആണെന്നുണ്ടെങ്കിലും വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിലും ഹൈറ്റ് ആണെന്നുണ്ടെങ്കിലും വീൽ ബേസ് ആണെന്നുണ്ടെങ്കിലും. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ മിക്കവാറും വാഹനങ്ങളിൽ നമ്മൾ കാണുന്നത് ഡ്രൈവർ എവിടെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവർ സീറ്റിൻ്റെ നേരെ പുറകുവശത്ത് അല്ല ഈ ഫ്യൂൽ ലിഡ് വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഫ്യൂൽ ലിഡ് വരുന്നത്. സാധാരണഗതിയിൽ ലെഫ്റ്റ് സൈഡിലെ ബാക്ക് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വരാറുള്ളത്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ ഏറ്റവും പുറകിൽ സി പില്ലർ കഴിഞ്ഞിട്ടാണ് ഫ്യൂൽ ലിഡ് വന്നിട്ടുള്ളത്. അത് ഒരു വലിയൊരു കാര്യമായിട്ട് നമ്മൾ പറയുന്നില്ല. നിസാൻ്റെ എക്സ്റ്റൈറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ടെറാനോയിലൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും സ്മോക്ക്ഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റുകളല്ല വന്നിട്ടുള്ളത്. അത് ടോപ്പ് എൻഡിലാണ് വരുന്നത്. പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ റിയർ വൈപ്പർ, അതുപോലെ തന്നെ ഡീഫോഗർ, ഈ കാര്യങ്ങളൊന്നും ബേസ് മോഡലിൽ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിന് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റൂഫ് റെയിൽസ് ഉണ്ട്. 50 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ഇൻറ്റീരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളാണുള്ളത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലാണെന്നുണ്ടെങ്കിലും ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റ് ചെയ്യുന്ന സീറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ ബൂട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 323 ലിറ്റർ സ്റ്റോറേജ് ഉള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്കവിടെ ഉണ്ട്. എന്നാൽ സ്പെയർ വീലിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 14 ഇഞ്ചാണ്. 16 ഇഞ്ചിൻ്റെ മെയിൻ ടയേഴ്സും സ്പെയർ വീല് 2 ഇഞ്ച് കുറയ്ക്കുക എന്ന് പറയുന്നത്, സർക്കാർ കാര്യമായിട്ട് ഈ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം 14 ഇഞ്ച് ടയേഴ്സ് ഇട്ടിട്ട് ഈ ഒരു വാഹനം ഒരു 40 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു 30 കിലോമീറ്ററോ ഓടുകയാണെന്നുണ്ടെങ്കിൽ അലൈൻമെൻറ്റ് എപ്പോൾ തെറ്റി എന്ന് ചോദിച്ചാൽ മതി. ഇതൊക്കെ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കോസ്റ്റ് കട്ടിംഗ് ആണ്. എന്നാൽ പോലും നമ്മൾ ശബ്ദം ഉയർത്തുന്നില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ. ഇതൊക്കെ ആരോട് പറയാൻ എന്നുള്ള രീതിക്കാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ഇഞ്ച് ടയേഴ്സ് ഉള്ള ഒരു വാഹനത്തിന് ആരെങ്കിലും 14 ഇഞ്ച് ഇടുമോ? ഒരിക്കലുമില്ല. കാരണം അവർ പറയുന്നത് പോലെ നിങ്ങളൊരു 5 കിലോമീറ്റർ പോയാൽ മതി, നിങ്ങൾക്ക് പഞ്ചർ ഷോപ്പുണ്ട്, പഞ്ചർ ഒട്ടിക്കാം എന്നുള്ള രീതിക്ക്. ചിലപ്പോൾ പ്രാക്ടിക്കലി ഇന്ത്യ പോലുള്ള വലിയൊരു നഗരത്തിൽ ഉൾഗ്രാമങ്ങളിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അവിടെ ടയർ മൊത്തമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരിക്കൽ പോലും ഒരു 30 കിലോമീറ്റർ 20 കിലോമീറ്ററൊക്കെ പോയാലാണ് ഒരു പഞ്ചർ ഷോപ്പിലേക്ക് എത്തുള്ളൂ. അപ്പോൾ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ്. ഇവിടെ മാത്രമേ ഇങ്ങനെ നടക്കുകയുള്ളൂ. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വീലിൽ യാതൊരുവിധ ബട്ടൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ടിൽറ്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റിയറിംഗ് വീലുകളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഹാർഡ് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിലൊന്നും കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ല. എന്നാൽ ഡോർ പാനലിലൊക്കെ കുറച്ച് സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്ന വളരെ ലാഗി ആയിട്ടുള്ള, നമ്മളെ ബോറടിപ്പിക്കുന്ന മടുപ്പിക്കുന്ന ആ ഒരു AMT ട്രാൻസ്മിഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. എഞ്ചിനിൽ യാതൊരു വ്യത്യാസമില്ല. 72 PS പവറും 96 Nm ടോർക്കുമുള്ള ആ ഒരു 1 ലിറ്റർ എഞ്ചിനുണ്ട്. അത് മാത്രമല്ല
100 PS പവറും 160 Nm ടോർക്കുമുള്ള ആ ടർബോ എഞ്ചിനും നിലനിർത്തിയിട്ടുണ്ട്. CVT ട്രാൻസ്മിഷൻ വളരെ നല്ലതാണ്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റ് AMT ട്രാൻസ്മിഷനെ അവർ EC ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ EC ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഇതിപ്പോൾ ഒരു ഓൺ റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 7.5 ലക്ഷം രൂപയൊക്കെ വരും. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. അവിടെ എവിടെയും കോസ്മെറ്റിക് ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിലേക്ക് സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളാണ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.